തിരുവല്ല കാവുംഭാഗം മനക്കച്ചിറയിലാണ് ആദ്യ സംഭവം. രാത്രി ഇരുചക്രവാഹനത്തിൽ പോയ ആളെ തടഞ്ഞ് പരിശോധന. അപ്പോഴാണ് ചാക്കിനുള്ളിൽ നിരോധിക്കപ്പെട്ട സാധനങ്ങളാണെന്ന് വ്യക്തമായത്. വാഹനയാത്രികൻ അമ്പലപ്പുഴ കരുമാടി സ്വദേശി ഗിരീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മൊത്ത വിതരണ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. തുടർന്നാണ് കുന്നന്താനം പാമല JK ബ്രിക്സ് എന്ന സിമന്റ് കട്ട നിർമ്മാണ കേന്ദ്രത്തിൽ സംഘം പരിശോധനയ്ക്കെത്തിയത്. ഇവിടെ ചെറുഷെഡിൽ നിന്നും 10 കിലോയോളം പാൻ മസാല കണ്ടെത്തി. ഇതിന് വിപണിയിൽ 10 ലക്ഷം രൂപയാണ് വില കണക്കാക്കുന്നത്. ട്രോളിങ്ങിനിടയിൽ മന്നങ്കര ചിറ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്ത് വെച്ച് സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു സ്കൂട്ടറിനകത്ത് ഒരാളെ പരിശോധിച്ചതിൽ ഒരു ചാക്കിൽ നിറയെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. അപ്പോൾ കിയാനെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പാമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയിൽ നിന്നും ഒരു ഷെഡിൽ സൂക്ഷിച്ച നിലയിൽ 29ഓളം ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തിരുന്നു. അപ്പം തുടർന്ന് ആ പ്രതിയെയും പുകയില ഉൽപ്പന്നങ്ങളും വന്ന വാഹനവും തുടർ നടപടികൾക്കായി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, തിരുവല്ല പോലീസിൽ. പാൻ മസാല ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കുന്ന ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുകയാണ് എക്സൈസ് സംഘം. പ്രതി കരുമാടി സ്വദേശി ഗിരീഷ് കുമാറിനെയും പിടിച്ചെടുത്ത പാൻ മസാലയും പോലീസിന് കൈമാറി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.